ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട്. ആ ലേഡി വ്ളോഗർ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ പേടിക്കാനുള്ള കാര്യങ്ങളില്ലെങ്കിൽ ആ വോയിസ് ഒന്ന് ഇട്ടുക, ഞങ്ങളത് റിയാക്ട് ചെയ്തോളാം എന്ന് പറ. ഓക്കെ, അതല്ലാതെ വേറൊന്നുമില്ല. വേറെ ബിഷപ്പിനെ ഭീഷണിപ്പെടി ബിഷപ്പിൻ്റെ കല്യാണം കൊടുക്കാനായിട്ടുള്ള ഒന്നും അതിനകത്തില്ല. മകനെ ഇപ്പം ആരായിരുന്നു അത് പറഞ്ഞത്? ബിഷപ്പിൻ ബിഷപ്പി എൻ്റെ കല്യാണം മുടക്കില്ലേ, ഞാൻ കല്യാണം മുടങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രമാറ്റിക്. സത്യം പറഞ്ഞാൽ ടിവിയുടെ സ്വരമാണ് അതൊക്കെ. അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ഇത് കേട്ടാ. അപ്പോൾ വ്യക്തത വന്നല്ലോ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചീവീടിന്റെ സ്വരമുള്ള ആ വ്യക്തി ഞാനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. പുള്ളിക്കാരി പറയുന്നത് എന്നോടാണ്, എനിക്കുള്ള ഉത്തരമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് എന്റെ സൗണ്ട് ചീവീടിന്റെ സൗണ്ട് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ ഈ ചീവീട്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ചീവീട് എന്ന് പറയുന്നത്. ആ ഒരു ജീവിയോട് എന്റെ സൗണ്ടിനെ ഉപമിച്ച താങ്കൾക്കിരിക്കട്ടെ ആദ്യത്തെ എന്റെ നമസ്കാരം. ഓക്കെ, പിന്നെ ചേച്ചി ഏത് സൗണ്ടാണ് ചേച്ചിക്കുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല. അത് എൻ്റെ ഒരു ഇതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പലർക്ക് പല രീതിയിലുള്ള സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ ചീവീടിന്റെ ആയിരിക്കും, ആയിക്കോട്ടെ. ചേച്ചിക്ക് ചിലപ്പം നല്ല സ്പഷ്ടമായിട്ടുള്ള എന്താ പറയുക, നല്ല ഗംഭീരമുള്ള സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചേച്ചി ആ സൗണ്ട് കൊണ്ടിരുന്നു. എനിക്ക് ഈ ഒരു സൗണ്ടിന്റെ പേരിൽ എനിക്ക് ഇനിയും വരുന്ന കല്യാണാലോചന ചേച്ചി വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ വരാൻ ചേച്ചി. അപ്പൊ ഈ ചേച്ചി വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ന്യായീകരണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പിനെതിരെ പുള്ളിക്കാരി പറഞ്ഞത് എന്താ, ഭീഷണിയൊന്നുമല്ല. ഞാൻ സാധാരണ യൂട്യൂബർമാർക്ക് ഇട്ടുകൊടുത്തതാണ്. കാരണം അവർക്കെതിരെയാണ് ഈ ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. എന്നാൽ ഇതിന്റെ അകത്തെ സത്യാവസ്ഥ എന്തായിരുന്നു? പുള്ളിക്കാരി പറഞ്ഞത് എന്തായിരുന്നു? പുള്ളിക്കാരി കൊഞ്ഞണം കുത്തിയിട്ടാണ് പറഞ്ഞത്, ബിഷപ്പിന് ഒരു വോയിസ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്, അത് ഇട്ട് വന്നാൽ അങ്ങ് തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അന്നേരം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിനുള്ള ഭീഷണി തന്നെയാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഈ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന് മറുപടിയായിട്ട് ബിഷപ്പ് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുമുണ്ട്. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പോയി ചോദിക്കേ ബിഷപ്പിനോട്, എന്താണ് അത് പറഞ്ഞത്, ഈ പറയുന്ന യൂട്യൂബർമാർക്കെതിരായിട്ട് ബിഷപ്പ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പോയി ചോദിക്കേ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ബിഷപ്പ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവിടെ തന്നിട്ടുണ്ട്. എന്റെ പോലെ ചാറ്റിയ. അപ്പൊ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബിഷപ്പിന്റെ വോയിസ് കേൾക്കാം. ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച വോയിസ് റെക്കോർഡിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടുന്നത്? അതിനകത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി. ആരെടുത്താ? നിങ്ങളോടൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പം ബിഷപ്പ് വന്ന് വീണ്ടും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങൾക്ക് കമന്റ് ഇടുന്ന എന്തിനാ? നിങ്ങളെ എരികേറ്റി നിങ്ങൾ കുറേ പറയാൻ കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് വാദിക്കപ്പെട്ടവർ ചോദിക്കും, അയ്യോ അല്ല അങ്ങനല്ല ഇങ്ങനല്ല, ഞാൻ പറഞ്ഞ് നിങ്ങളെ അങ്ങ് ബിഷപ്പ് ഓരോന്ന് പറയുന്നതാണ് ആ വോയിസ് റെക്കോർഡിനകത്തുള്ളത്. അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തേണ്ടെന്ന് ഒന്നുമില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കണം. ആ വോയിസ് റെക്കോർഡ് പുറത്ത് വരണമെന്ന് അതിൻ്റെ അവകാശികൾ, അത് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ന് തോന്നുന്നു അന്ന് അവരിത് പുറത്തിടും. പിന്നെ ഞാനിപ്പം ഷെഫീന ബിബിത്തായി വിളിച്ചു, അതിലിനെ വിളിച്ചു. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവർ നിങ്ങൾ അതായത് ബിഷപ്പ് ഈ മറ്റുള്ള യൂട്യൂബേഴ്സിനെ അങ്ങ് കുറ്റപ്പെടുത്തി പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ആ വോയിസ് വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ അത് പുറത്ത് വിട്ടിട്ട് എന്താന്ന് വെച്ചാൽ അത് പറയട്ടെ. ഇപ്പൊ ഒരാളെ ഫോൺ വിളിച്ച് അത് നോക്കിക്കോണം, ഇവരുടെ ഒന്നും നമ്പർ ബിഷപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല, എല്ലാവരുടെയും ബ്ലോക്കാണ്. ഈ രേണുസുതിയുടെയോ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ ചേട്ടത്തിയുടെയോ അനിയത്തിയുടെയോ ഒന്നും പുള്ളിക്കാരന്റെ നമ്പറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിലുള്ള ആ ഡ്രൈവറെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടെ ഈ പറയുന്ന ബിഷപ്പിനോട് സംസാരിച്ചിട്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പൊട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴീ പറയുന്ന ഈ ബിഷപ്പിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അതായത് ബിഷപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾക്ക് വീട് എന്ന്. ഈ ബിഷപ്പ് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിന്റെ മാന്യമായിട്ടുള്ള ആ ഒരു ഭാഷയിൽ തന്നെ സംസാരിച്ചു. എന്നാൽ ഇത് തൊട്ടടുത്തിരുന്ന കേട്ട ഈ ചേച്ചിയും പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾപ്പിച്ചു കൊടുത്ത ഇവരുടെ ചേട്ടത്തി, അതായത് രേണുസുതിയുടെ ചേട്ടത്തിയുടെ കളിച്ച കളിയാണ്. ഇനി എന്തോ വേറെ എവിടെ കണ്ടിട്ട് പൊട്ടിക്കുമെന്ന് പറയുന്നുണ്ട്. പൊട്ടിക്കുന്നേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ, പൊട്ടിക്ക്. അങ്ങനെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഷപ്പ് കുറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തൊരു കല്യാണം കൂടെ ബിഷപ്പിന് വന്നിട്ടുണ്ട്, അത് മുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ പൊട്ടിക്ക്.
ഓക്കെ ചേച്ചി ബാക്കി പറ, അത് കഴിഞ്ഞിട്ട് ശേഷം പറയാം. ഒരുപാട് കോണ്ടാക്ട് ഉള്ളവരാണല്ലോ. അങ്ങനെയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ബിഷപ്പിനോട് ചോദിച്ചു, ബിഷപ്പെ എന്തായാലും റെക്കോർഡ് ചെയ്തിരിക്കത്തില്ല. 100% ഉറപ്പരയാണ്. സുധീര ചേച്ചിയോ വിളിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡിക്ക് ആവാതിരിക്കത്തില്ല. ആ റെക്കോർഡ് ഒന്ന് അയാളോട് കോണ്ടാക്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ബിഷപ്പിന്റെ ആ ഒരു വോയിസ് കിട്ടാൻ വേണ്ടി വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നത് കേട്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അദ്ദേഹത്തിനെ പിന്നെയും ക്രൂശിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയല്ലേ ഇത്? അദ്ദേഹത്തിന്റെ പാടിന് അദ്ദേഹം പ്രാർത്ഥിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയല്ലേ? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുകയല്ലേ? അപ്പൊ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നിട്ടാണ് അദ്ദേഹത്തെ പിന്നെ ഇതിലേക്ക് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലയോ? നിങ്ങൾക്ക് സ്ഥലം തന്ന് നിങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു കുറ്റമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, അല്ലേ? പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ നാട്ടിക്കാൻ ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, രേണുസുധിയൊക്കെ ഈ അച്ഛനെ കുറിച്ച് എന്ത് പറഞ്ഞു, രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചൻ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നില്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. പിന്നെ ചുമ്മാ വന്ന് ന്യായീകരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഓർക്കണം എന്റെ പൊന്നു ചേച്ചിയെ. അങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ബിഷപ്പിനോട് ചോദിച്ചു, ബിഷപ്പെ എന്തായാലും റെക്കോർഡ് ചെയ്തിരിക്കത്തില്ല. 100% ഉറപ്പരയാണ്. സുധീര ചേച്ചിയോ വിളിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡിക്ക് ആവാതിരിക്കത്തില്ല. ആ റെക്കോർഡ് ഒന്ന് അയച്ചു തരും ബിഷപ്പെ, ഞങ്ങളൊന്ന് കേട്ട് നോക്കിട്ട് ഞങ്ങൾ എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാമെന്ന് പറയും. ചോദിച്ചു വേണ്ടി നിങ്ങൾ ആ വോയിസ് എൻ്റെ കയ്യിലെ വോയിസ് ഇല്ല, പക്ഷെ അതെന്താണ് അതിനകത്തുള്ള കണ്ടന്റ്, അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയല്ല. അല്ല, അതിന് ബിഷപ്പിനെ അല്ലല്ലോ നിങ്ങൾ വിളിച്ചത്. ബിഷപ്പിന്റെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന പയ്യനെ വിളിച്ചിട്ടല്ലേ നിങ്ങൾ സംസാരിച്ചത്? എന്നിട്ട് വലിയ വാചം അടിക്കുന്നത് എന്തുകൊണ്ടാ? ബിഷപ്പിനെ ഡയറക്റ്റ് വിളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ബിഷപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചേനെ. ഇത് ബിഷപ്പിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ ഫോൺ വിളിച്ചിട്ട് ബിഷപ്പിനോട് കാര്യം തിരക്കി എന്നിട്ട് അത് പൊട്ടിക്കുമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ആ വോയിസ് ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ അത് വോയിസ് കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ എന്താണെന്നുള്ളത്. അതാണല്ലോ നിങ്ങൾ ഈ അത് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് ബിഷപ്പ് അങ്ങ് തകർന്നു പോകുന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടല്ലേ വേറെ ഒരുത്തം പറയുന്നു ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അയ്യോ ബിഷപ്പിന്റെ കല്യാണം മുടങ്ങി, ബിഷപ്പിന്റെ പെണ്ണ് കിട്ടത്തില്ല എന്ന്. അത് ബിഷപ്പിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ആ കാണിച്ച ആക്ഷനും റിയാക്ഷനും? ഒരു ബിഷപ്പിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുണ്ടെങ്കിൽ വിവാഹം മുടങ്ങും എന്ന് പറയാൻ മാത്രം തരം താണവനാണ് ആ പറയുന്നത്. കാരണം അത് അയാളുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു കോൾ റെക്കോർഡ് വന്നപ്പോഴത്തേക്ക് അവന്റെ കല്യാണം ചിലപ്പോൾ മുടങ്ങി കാണും. മനസ്സിലായ? അതാ നമ്മുടെ അനുഭവങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയാൻ. ശരിയാണ്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ തുറന്നു പറയുന്നത്. അതായത് പുള്ളിക്കാരി പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്നപ്പോൾ എന്റെ കല്യാണം മുടങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ബിഷപ്പിന്റെ കല്യാണം മുടങ്ങിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞത്. ഇതിനു മുമ്പ് ഇവരൊക്കെ വന്നില്ലേ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ കുറെ കെട്ടിയിട്ടുണ്ട്, അച്ഛന് കുറെ പിള്ളേരുണ്ട് എന്നൊക്കെ വന്ന് വിളമ്പിയത്, അല്ലയോ? അന്നേരം അച്ഛൻ എന്തായിരുന്നു പറഞ്ഞത്? DNA കൊണ്ട് വരട്ടെ, അവർ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വത്ത് കൊടുക്കാൻ റെഡിയാണെന്നല്ലേ പറഞ്ഞത്. ആരാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അത് തന്റെ ഇടത്തോടു കൂടിയല്ലയോ ഫാദർ പറഞ്ഞത്. ഈ പറഞ്ഞ മനുഷ്യനെ പിന്നെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചിട്ട് ഇപ്പോൾ പറയുക ഒരു വോയിസ് ഇട്ട് അങ്ങോട്ട് പൊട്ടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വരാനിരുന്ന ഒരു കല്യാണോടെ മുടങ്ങിപ്പോയെന്ന്. അത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ദോഷമൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, കേട്ടോ? ചേച്ചി പിന്നെ വലിയ വാഴ പഠിച്ച് അങ്ങോട്ട് നിൽക്കണ്ട. പിന്നെ അതും വലിയ അധിക്ഷേപമാണ്, അത് വലിയ കളിയാക്കല്. അതല്ല കളിയാക്കല്, നിങ്ങൾ കളിയാക്കിയതാണ് കളിയാക്കല്. ഇതിനെ നിങ്ങൾ കളിയാക്കൽ എന്നാണോ പറയണേ? ബിഷപ്പിന്റെ കല്യാണം മുടങ്ങിപ്പോന്ന് പറഞ്ഞത് കാരണം നിങ്ങൾ പറഞ്ഞു ബിഷപ്പ് കുറെ കെട്ടിയിട്ടുണ്ടെന്നും കുറെ കുഞ്ഞുങ്ങള് ബിഷപ്പിന്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നും എന്ന രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയില്ലേ? അപ്പൊ അതിന് മറുപടിയായിട്ട് ഇതല്ലാതെ പിന്നെ എന്താ പറയുക? അല്ലേ? ഇവര് പറഞ്ഞില്ലായിരുന്നോ ഒരു വോയിസ് ഉണ്ട്, അത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ അന്ന് തീരാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാം ഒന്ന് പറഞ്ഞില്ലേ? അതായത് ബിഷപ്പ് എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ. അപ്പൊ ബിഷപ്പ് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഇന്നലെ വിവിയെ വിളിച്ച സമയത്ത് ബിഷപ്പ് കൃത്യമായിട്ടും വിവിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് കേട്ടു നോക്ക്. എന്താ പൊന്ന് ചേച്ചിയാണ്. അതിന്റെ ഇടയിൽ എന്നെ വലിച്ചിട്ടല്ലോ. നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നല്ലോ. ഞാൻ പറഞ്ഞത് കൊണ്ടുകൂടി ചിലപ്പം ബിഷപ്പിനെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞത് വലിയ നാണക്കേടായി പോയി, അല്ലെങ്കിൽ അത് വലിയ കളിയാക്കലാണ്, അതാണ് ഏറ്റവും വലിയ കളിയാക്കൽ എന്ന രീതിയിലൊക്കെ നിങ്ങൾ കൊണ്ടിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ മാത്രമല്ല ചിലരൊക്കെ ചെയ്തു എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഓക്കെ, എന്തായാലും അത് നടക്കട്ടെ. അതിനൊരു കാരണമുണ്ട് എന്നുള്ള കാര്യം എനിക്കും അറിയാം, എന്റെ വീഡിയോ കേൾക്കുന്ന എന്റെ പ്രേക്ഷകർക്കും അറിയാം, ബിഷപ്പിനും അറിയാം, കേട്ടോ? നിങ്ങൾക്കും അറിയാം, നിങ്ങളും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടു നോക്കാം. നമസ്കാരം വിവി. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണുസുധിയുടെ
മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അതായത് സ്റ്റാഫിന്റെ ഫോണിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച കാര്യങ്ങളാണ് ഇവർ ഈ പൊട്ടിക്കും എന്ന് പറഞ്ഞത്. അതായത് മറ്റുള്ളവർക്കെതിരായിട്ട് ബിഷപ്പ് എന്തോ എന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. കേട്ടല്ലോ? ഓക്കെ, ബാക്കി ചോദിച്ചു, തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ. ഈ പറയുന്ന ബിഷപ്പിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അവരെ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും ഇവരാരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അതായത് ബിഷപ്പോ മറ്റുള്ളവരോ പറഞ്ഞിട്ടല്ല. ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വിഷയത്തെ എടുത്തു വെച്ച് പ്രതികരിക്കുന്നത് ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് വീഡിയോകൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രേണു സുധി സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടിക്കൂട്ടിയ ഓരോ കോപ്രായങ്ങൾ, അവർക്ക് നന്മ ചെയ്ത ആൾക്കാരെ പോലും അവർ ക്രൂശിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. അതാണ് ഇവിടെ ചെയ്തത്. കേട്ടോ? ഓക്കെ, ബാക്കി. അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിൻ്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗറുണ്ട്. ആ ലേഡി വ്ളോഗർ എൻ്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണെന്ന് മനസ്സിലായല്ലോ. ഈ പറയുന്ന പുള്ളിക്കാരി തന്നെയാണ്. ഇവര് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെ പറഞ്ഞു. അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തു. അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് വിളിച്ചു. എങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഞാൻ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞ കാര്യത്തെ കയറി പിടിച്ചിരിക്കുന്നത്. ഇവര് തന്നെയാണ് പറഞ്ഞത്. പറയുന്ന ബിഷപ്പിന് കുറെ ആൾക്കാരുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, കുറെ പിള്ളേരുണ്ട് എന്ന രീതിയിലൊക്കെ ഇവരാണ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ ഈ പറയുന്ന ബിഷപ്പിന്റെ കുടുംബ സ്വത്തിനെ കുറിച്ച് വരെ ഇവര് മോശം പറഞ്ഞു. ഈ പറയുന്ന രേണു സുധിയും തങ്കച്ചനും അടക്കം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയ വസ്തുവിൽ കയറി കടന്നിട്ട് തോന്നിവാസം പറഞ്ഞ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഡ്രൈവറെ ഫോൺ വിളിച്ച് ആ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്തോ അങ്ങ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ഇവരൊക്കെ എന്താണ്? ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ജനങ്ങളെ നിങ്ങൾ കേൾക്കണം.
പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. ഇവർ ഓരോന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓരോരുത്തരെ ഇങ്ങോട്ട് വലിച്ചിടുകയാണ്. ഇവർക്ക് ഇങ്ങനെ നിൽക്കണം മീഡിയയുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ കോപ്രായം കാട്ടിക്കൂട്ടുകയാണ് ഇവർ ഓരോ ദിവസവും. അതിനുവേണ്ടി ഈ പറയുന്ന ബിഷപ്പിനെ പിന്നെ വലിച്ചിടുകയാണ്. വലിച്ചിടുമ്പോൾ ബിഷപ്പ് വന്ന് എന്തെങ്കിലും ഒന്ന് പറയും, പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറെ മീഡിയക്കാർ ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. ഇത് തന്നെയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവർ ഈ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചു വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത്. ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യരുത്, എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട്. സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ്, അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, ഗ്രൂപ്പുകളായിക്കോട്ടെ, അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു, അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു. എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല. ഞാൻ ആകെ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ്, ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്, അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട്, രേണു സുധിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ് അവരെ. സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം. എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്, എന്നെ വിട്ടേക്കാൻ പറയൂ. ഞാൻ കോടതി. നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടല്ലോ, വളരെ സങ്കടത്തോടു കൂടി തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്. സ്വന്തം വസ്തു കൊടുത്തിട്ട് ഇതുപോലെ അനുഭവിക്കുന്ന വേറൊരു വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടാകത്തില്ല. ഉണ്ടോ? ഇദ്ദേഹം പലരെ സഹായിച്ചിട്ടുണ്ട്, പലർക്കും ഇഷ്ടദാനം കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പകുതി മുക്കാലും ഇദ്ദേഹം ഇഷ്ടദാനം കൊടുത്തതാണ്. അതിലൊരാളാണ് ഈ പറയുന്ന രേണുസുധി. രേണുസുധിയുടെ സോക്കേട് കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഈ പറയുന്ന ഫാദർ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് ഫിറോസിനെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് ഈ താജിനെ ഉപദ്രവിക്കുന്നത്? അതുപോലെ തന്നെ ഇവരെ സഹായിച്ച ഓരോരുത്തരെ ഇവർ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഈ പറയുന്ന രേണുസുധി എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ വിധവ എന്ന് പറയുന്ന ഇവരും, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ പറയുന്ന സജീനെ പോലെയുള്ള കുറെ എണ്ണങ്ങളും ഇറങ്ങി തിരിച്ചുകൊണ്ട് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നെ സീവീഡിന്റെ സ്വരമുള്ള ഞാൻ ഇത്രയും പ്രതികരിച്ചില്ല എങ്കിൽ എന്താണ്? അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോ സീവീഡിന്റെ സൗണ്ട് ഇല്ലാത്ത നല്ല എന്താ പറയാ ഗംഭീരമുള്ള സൗണ്ടുള്ള ചേച്ചിയെ ഇത് കേട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.